നമസ്കാരം. പ്രധാന വാർത്തകളുമായി അവർ TV 24/7. UAE-യുടെ കാർഷിക പാരമ്പര്യവും വളർച്ചയും അടയാളപ്പെടുത്തുന്ന എമിറേറ്റ്സ് കാർഷിക സമ്മേളനവും പ്രദർശനവും അലൈൻ തുടങ്ങി. UAE ഉൽപ്പന്നങ്ങൾക്കും കർഷകർക്കും മികച്ച പിന്തുണയുമായി ലുലു ഗ്രൂപ്പ് കൂടുതൽ പ്രാദേശിക ഉൽപ്പന്നങ്ങൾ അവതരിപ്പിച്ചു. UAE-യിലെ ഏറ്റവും വലിയ കാർഷിക പ്രദർശനങ്ങളിൽ ഒന്നായ എമിറേറ്റ്സ് കാർഷിക സമ്മേളനവും പ്രദർശനവും 2025 അലൈനിലെ അഡ്നോക് സെന്ററിൽ ആരംഭിച്ചു. UAE വൈസ് പ്രസിഡന്റും ഉപപ്രധാനമന്ത്രിയും പ്രസിഡൻഷ്യൽ കോടതി ചെയർമാനുമായ ഹിസ് ഹൈനസ് ഷെയ്ഖ് മൻസൂർ ബിൻ സായിദ് അൽ നഹിയാൻ നേതൃത്വം നൽകുന്ന സമ്മേളനം UAE-യുടെ കാർഷിക പാരമ്പര്യവും വളർച്ചയും നവീന ആശയങ്ങളും അടയാളപ്പെടുത്തുന്നതാണ്. ഭരണാധികാരികളും കാർഷിക വിദഗ്ധരും നിക്ഷേപകരും വിദ്യാർത്ഥികളും അടക്കം കാർഷിക പ്രദർശനത്തിൽ പങ്കെടുക്കുന്നു. സമ്മേളനത്തിന്റെ ആദ്യ ദിവസം UAE വൈസ് പ്രസിഡന്റും ഉപപ്രധാനമന്ത്രിയും പ്രസിഡൻഷ്യൽ കോടതി ചെയർമാനുമായ ഹിസ് ഹൈനസ് ഷെയ്ഖ് മൻസൂർ ബിൻ സായിദ് അൽ നഹിയാൻ, UAE കാലാവസ്ഥാ വ്യതിയാന പരിസ്ഥിതി മന്ത്രി ഡോക്ടർ അംന ബിന്ത് അബ്ദുള്ള അൽ ദഹക് അടക്കമുള്ള മന്ത്രിമാരും ഉന്നത ഉദ്യോഗസ്ഥരും കാർഷിക വിദഗ്ധരും വിദ്യാർത്ഥികളും ഭാഗമായി. ഷാർജ സർവകലാശാലയിൽ ആദ്യ അന്താരാഷ്ട്ര പൊതുജനാരോഗ്യ സമ്മേളനം ആരംഭിച്ചു. ഷാർജ സർവകലാശാല റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ ആൻഡ് ഹെൽത്ത് സയൻസ് കീഴിലുള്ള സെന്റർ ഓഫ് എക്സലൻസ് ഫോർ പബ്ലിക് ഹെൽത്ത് വഴി ആരോഗ്യകരമായ UAE-ക്കായുള്ള ഡ്രൈവിംഗ് ഇന്നൊവേഷൻ എൻഗേജ്മെന്റ് സഹകരണം എന്ന വിഷയത്തിൽ ആദ്യത്തെ അന്താരാഷ്ട്ര പൊതുജനാരോഗ്യ സമ്മേളനം സംഘടിപ്പിച്ചു. രാജ്യത്ത് കോവിഡ് രോഗികൾ കൂടുന്നു. കേരളത്തിൽ ഇന്നലെ 1147 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശം. രാജ്യത്ത് കോവിഡ് കേസുകളുടെ എണ്ണത്തിൽ വർധനയെന്ന് ആരോഗ്യ മന്ത്രാലയം. 2710 പേർക്കാണ് ഇന്നലെ രോഗം സ്ഥിരീകരിച്ചത്. മെയ് 26-ന് രോഗികളുടെ എണ്ണം 1010 ആയിരുന്നു. കോവിഡ് ബാധിച്ച് ഈ മാസം രാജ്യത്ത് 22 പേർ മരിച്ചു. ഇന്തോനേഷ്യയിൽ ക്വാറി തകർന്ന് മരിച്ചവരുടെ എണ്ണം 14 ഇന്തോനേഷ്യയിലെ പശ്ചിമ ജാവ പ്രവിശ്യയിൽ കഴിഞ്ഞ ദിവസം ഒരു ക്വാറി തകർന്ന് 14 പേർ മരിച്ചതായി ശനിയാഴ്ച അധികൃതർ അറിയിച്ചു. സ്കൂൾ ജൂൺ 2-ന് തുറക്കും. കാലാവസ്ഥ മോശമായാൽ തീരുമാനം മാറ്റുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി. ഇന്നത്തെയും നാളത്തെയും കാലാവസ്ഥ നോക്കിയതിനു ശേഷം മുഖ്യമന്ത്രിയുമായി ആലോചിച്ച് ദിവസത്തിൽ മാറ്റം വേണോ എന്ന കാര്യം തീരുമാനിക്കും. ഹൈസ്കൂൾ സമയക്രമത്തിലെ മാറ്റത്തെ സംബന്ധിച്ചും മന്ത്രി പ്രതികരിച്ചു. എയർ ഇന്ത്യ എക്സ്പ്രസും പത്മരാജൻ ട്രസ്റ്റും ചേർന്ന് സംഘടിപ്പിച്ച P. പത്മരാജൻ അവാർഡ് മോഹൻലാൽ സമ്മാനിച്ചു. എയർ ഇന്ത്യ എക്സ്പ്രസും പത്മരാജൻ ട്രസ്റ്റും ചേർന്ന് സംഘടിപ്പിച്ച 34ാമത് P. പത്മരാജൻ അവാർഡ് ദാന ചടങ്ങായിരുന്നു വേദി. പത്മരാജന്റെ 80ാമത് ജന്മവാർഷികത്തിന്റെ കൂടി ഭാഗമായി സംഘടിപ്പിച്ച ചടങ്ങിൽ അദ്ദേഹത്തിനൊപ്പം പ്രവർത്തിച്ച സാങ്കേതിക പ്രവർത്തകരെ ആദരിക്കുകയും ചെയ്തു. ഇന്ത്യൻ മ്യൂസിഷ്യൻസ് ഫോറം UAE ചാപ്റ്റർ 3ാമത് സ്വാതി സംഗീതോത്സവം സംഘടിപ്പിച്ചു. മഹാരാജ ശ്രീ സ്വാതി തിരുനാളിന്റെ കൃതികൾ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് മെയ് 24 ശനിയാഴ്ച ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ ഹാളിൽ 12 മണിക്കൂർ അഖണ്ഡമായി നടന്ന സംഗീതോത്സവത്തിൽ 100ഓളം സംഗീതജ്ഞർ പങ്കെടുത്തു. ശ്രീമതി വിശാലാക്ഷിയുടെ നേതൃത്വത്തിൽ 35 പേർ സ്വാതി തിരുനാളിന്റെ ഭാവമയി രഘുരാമം രാമായണ രാഗമാലിക ആലപിച്ചു. ലയവാദ്യ ശിരോമണി ഡോക്ടർ സുരേഷ് വൈദ്യനാഥും സംഘവും അവതരിപ്പിച്ച ലയവാദ്യ തരംഗിണി നവ്യാനുഭൂതിയായി. ശ്രീമതി അർച്ചന കൃഷ്ണകുമാർ മുഖ്യ കച്ചേരി അവതരിപ്പിച്ചു. കൂടാതെ UAE-യിലെ പ്രശസ്ത സംഗീതജ്ഞരായ അനീഷ് അടൂർ, പ്രണവം മധു, മങ്കൊമ്പ് രാജേഷ്, സേതുനാഥ് വിശ്വനാഥ് എന്നിവരും സംഗീതാരാധനയിൽ പങ്കെടുത്തു. ഇസാക്ക എന്ന വിസ്മയം ദോഹയിൽ പ്രകാശനം ചെയ്തു. ജീവിതം മുഴുവൻ മനുഷ്യ സേവനത്തിനായി ഒഴിഞ്ഞുവെച്ച സ്വദേശത്തും വിദേശത്തും ജനഹൃദയങ്ങൾ കീഴടക്കിയ ഈ ലോകത്തോട് വിട പറഞ്ഞ K. മുഹമ്മദ് ഈസ എന്ന ഇസാക്കയെക്കുറിച്ചുള്ള ലിബി പബ്ലിക്കേഷൻസ് പ്രസിദ്ധീകരിച്ച ഓർമ്മ പുസ്തകം ഇസാക്ക എന്ന വിസ്മയത്തിന്റെ ഖത്തറിലെ പ്രകാശനം റേഡിയോ മലയാളം സ്റ്റുഡിയോയിൽ നടന്നു. ഖത്തറിലെ സാമൂഹിക സാംസ്കാരിക നായകന്മാർ ഒരുമിച്ച് ചേർന്നാണ് പുസ്തക പ്രകാശനം ചെയ്തത്. പോകാം ഇനി സ്പോർട്സ് വാർത്തകളിലേക്ക്. സ്പോർട്സ് വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സെഗൂറോ ഇൻഷുറൻസ് ബ്രോക്കറേജ് LLC. ഗുജറാത്തിനെ തകർത്ത് മുംബൈ 2ാം ക്വാളിഫയർ പഞ്ചാബിനെ നേരിടും. ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് 3 സ്വർണം കൂടി ഇന്ത്യ കുതിക്കുന്നു. സ്വർണ്ണവേട്ടയ്ക്കൊപ്പം റെക്കോർഡുകളും തകർത്തു മുന്നേറിയ താരങ്ങളുടെ കരുത്തിൽ ഏഷ്യൻ അത്ലറ്റിക്സ് ട്രാക്കിൽ വീണ്ടും ഇന്ത്യ ആധിപത്യം. ഇന്നലെ 3 സ്വർണവും 1 വെള്ളിയും നേടിയതോടെ ഏഷ്യൻ മീറ്റിൽ ഇന്ത്യയുടെ മെഡലുകളുടെ നേട്ടം 18 ആയി.
ഇതോടെ ഇന്നത്തെ വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. പുതിയ വിശേഷങ്ങളും വാർത്തകളുമായി വീണ്ടും കാണാം. These news brought to you by Lucky Center and Lucky Department Store, Ajuman.